അപ്പോൾ ഗൈസ് ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് പച്ചക്കറി കിട്ടി കണ്ട് നിർത്തിയതാണ് ഇവിടെ. ചോദിക്കട്ടെ എത്ര മണി എത്ര എന്തെടുക്കുക മീനും കൂടി മേടിക്കും. ചേട്ടാ എത്ര തന്നെ? 100 രൂപ. 100 രൂപ ഒരു കിറ്റ് 100 രൂപ. ഏതെങ്കിലും എടുത്തോ ഏതെങ്കിലും അതെടുത്തോ. എത്ര 100 അല്ലേ? അപ്പോൾ ഗൈസ് അടുത്ത ഇനി മീൻ മേടിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ മീനൊക്കെ മേടിച്ച് അപ്പം അവിടെ ചെന്ന് വീഡിയോ എടുത്തില്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയാൽ അവർ എടുത്തോട്ടേക്ക് ചോദിച്ചപ്പം അവർക്ക് ബുദ്ധിമുട്ട് പോലെ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പം സിലോപ്പിയും ഹമ്മൂറും എന്ന് പറയുന്ന മീനില്ലേ, അത് രണ്ടും മേടിച്ചു. അങ്ങനെ അപ്പോൾ അത് മേടിച്ചപ്പോൾ വീട്ടിൽ വന്നേ ചേച്ചീനെ വിളിച്ചുകൊണ്ട് അങ്ങനെ അമ്മ പറഞ്ഞു മീൻ മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കറി വെക്കാൻ നാളെ ഇല്ല. അപ്പം അങ്ങനെ മേടിച്ചാണ്. ചെന്നപ്പോൾ അത് ചെമ്പല്ലി സിലോപ്പി ഹമ്മൂറും എന്ന് പറയുന്ന മീൻ 100 രൂപ. കുഴപ്പമില്ല. അപ്പം അങ്ങനെ മേടിച്ച് നിൽക്കുന്ന ഗൈസ്. അത്യാവശ്യം വലിയ സിലോപ്പിയും അത്യാവശ്യം കുഴപ്പമില്ല. 100 രൂപക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വീട്ടിൽ വന്നേന് ഗൈസ്. ഓക്കെ അമ്പടിതേടാ ഈ മീനെ കണ്ടാ നീ? എന്നാ മീനാ അത്? ഗൈസ് ചെറുക്കനെ മീനെ കാണിക്കാൻ ചെറുക്കനെ. ആ മീനെ ഇഷ്ടപ്പെട്ടോ? ആ വലിയ മീൻ നാളെ നമുക്ക് കറി വെച്ച് കഴിക്കാം കേട്ടാ. എങ്ങനെ വേണം അമ്പാടിക്ക്? പിടിക്കലും ഇങ്ങോട്ട് നമുക്ക് എങ്ങനെ വേണം? വറുത്താ? ഫ്രൈ ചെയ്ത് മതിയാ? മീൻ ഫ്രൈ ചെയ്ത് മതിയാ? ചെറുക്കന് വറുത്ത് വേണം. അടിക്കാതാ നാളെ നമുക്ക് കറി വെച്ച് കഴിക്കണ്ടേ? അങ്ങനെ ചെറുക്കന് ഞാൻ ഒന്ന് കാണിച്ചതാ മീൻ. ഏതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ മേടിച്ചത് ഇതാണ് കട്ട്ലൈ സിലോപ്പി. ബടി മീനെ കണ്ടാടാ? മീനെ കണ്ടാ? നാളെ വെക്കത്തില്ലേ? ഇന്ന് വെട്ടിയ റെഡിയാക്കി പോയി ഞങ്ങൾക്ക് കഴിക്കാലോ. അതാണ് കട്ട്ലൈ സിലോപ്പി. അമ്പാടി മീനെ കണ്ടാ? എങ്ങനെയുണ്ട്? നാളെ എങ്ങനെ ഇതാണ് മീൻ ഗൈസ് മേടിച്ചത്. കട്ട്ലൈ 2 കട്ട്ലൈ സിലോപ്പി കുഴപ്പമില്ലെന്ന് തോന്നുന്നത്. 100 രൂപ. രണ്ടെണ്ണം ഇല്ല, രണ്ടും കൂടി 200 രൂപ. ഒരെണ്ണം 100 രൂപ. ഇത് രണ്ടെണ്ണം 100 രൂപ. ഇതൊരെണ്ണം 100 രൂപ. അങ്ങനെ മൊത്തം 200 രൂപ. അങ്ങനെ നാളെ അമ്പാടിക്ക് നെഞ്ചോറ് എന്നാണ്? നാളെ മീനിഞ്ചോറ്. 100 രൂപയുടെ പച്ചക്കറി കാണാം, കാണിച്ചു തരാം. ഇത് അത്യാവശ്യം ഉണ്ട്. അമ്മ പച്ചക്കറി കണ്ടാ? 100 രൂപ. 100 രൂപ കിട്ടി. 100 രൂപ കിട്ടി. ഇതാണ് പച്ചക്കറി. അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം നമുക്ക് വെക്കാനുള്ള പച്ചക്കറി ഉണ്ട്. വെട്ട് ഇപ്പൊ തന്നെ കറി വെക്കാൻ വേണമെങ്കിൽ വിശക്കണം. കൈയിട്ട് കൊണ്ട വെട്ടി വെക്കണമെങ്കിൽ കറി വെക്കാം. ചിക്കൻ നമുക്ക് എങ്ങാണ്ടും പറ്റി ഇതിന് പോയപ്പോ കിട്ടിയത് യോഗത്തിന് ചപ്പാത്തിയും ചിക്കൻ കറി. കുഴപ്പമില്ല. 200 രൂപയ്ക്ക് ഹാഫല്ലേ? കുഴപ്പമില്ല. 200 രൂപയ്ക്ക് ഹാഫല്ലേ? അവിടെ പച്ചക്കറി കിറ്റും അവിടെ നിന്നാണ് മേടിച്ചത്. അത്യാവശ്യം കുറയാതെ 100 രൂപ. അപ്പുറത്തെ അവിടെ തന്നെ കണ്ടാ? നഷ്ടമില്ല. മാങ്ങ
വാങ്ങിയിട്ട് അത് ഇത് പൊള്ളിച്ചാൽ മതി അമ്മേ. സിലോപ്പി പൊള്ളിക്കണല്ലേ അല്ലേ? വേറെ ഇതിന് കൊള്ളാം. അല്ലെങ്കിൽ വറുക്കണം. വറുക്കാനായിട്ട് നഷ്ടമെന്നല്ല, തികയല്ലേ. വറുത്താലേ എങ്ങനെ വറുക്കാനത്? പൊള്ളിക്കുന്ന അടിപൊളി. ഇപ്പൊ കഴിച്ച് ഇത് പൊള്ളിക്കണല്ലേ സൂപ്പർ. സിലോപ്പി പൊള്ളിക്കണ ടേസ്റ്റ്. പൊള്ളിച്ചാലുണ്ടല്ല അടിപൊളി സാധനം ഈ സിലോപ്പി. വെറൈറ്റി ടേസ്റ്റാണ്. വറുത്താലും കുഴപ്പമില്ല, പക്ഷെ പൊള്ളിക്കണത് അടിപൊളിയാണ്. അപ്പൊ നാളെ അമ്മ വെട്ടാൻ പോവുകയാണ്. ഇപ്പൊ നാളെ എടുക്കാനാണോ? നാളെ ഇന്ന് വെക്കുവാ? ഇപ്പൊ വെക്കുവാ? ഇപ്പൊ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ വെച്ച് മറ്റേ പൊള്ളിച്ച് വെക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നാളെ വെച്ച ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാം പിടിച്ച് നല്ല സെറ്റ് ആവത്തുള്ളൂ. വെക്കുവോ? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ വെച്ചെങ്കിൽ അല്ല, ഇപ്പൊ വെച്ചാലേ വെച്ചാലേ സമയം ടേസ്റ്റ് ഉണ്ടാകത്തുള്ളല്ലോ. കണ്ട ഇതിൻ്റെ അകത്ത് ദിക്കറൊക്കെ കണ്ട. കുഴപ്പമില്ല. അത് മുള്ള പുല്ലാനെ പോലെ ഉണ്ടല്ലേ? പുല്ലാൻ വലുതായ പോലെ ഉണ്ട്. മറ്റേ തോട്ടിലെ പുല്ലാനെന്ന് പറയുന്നത്. ഇത് ഇന്ന് പൊള്ളിച്ചു വെച്ചാൽ നാളത്തേക്ക് നമ്മളെ ടേസ്റ്റ് ആവും. പാല് പിഴിഞ്ഞൊഴിക്കാനാ? എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. പാല് പിഴിഞ്ഞൊഴിക്കുക. അമ്മയുടെ ഇഷ്ടം. വെക്കണേ അല്ലെങ്കിൽ നാളെ വെച്ചാലും മതി. നാളെ എനിക്ക് വെക്കാൻ പറ്റിയല്ലോ. നാളെ അമ്മ ഇന്ന് പോയി. ഇന്ന് വെക്കുമ്പോ കഴിക്കാല്ല ചോറിന്റെ കൂടെ. എന്നാ മറ്റേത് പോയി. അമ്പാടി എടാ, അമ്പാടിക്ക് ഇപ്പൊ വേണ നാളെ വേണ മീൻ? കണ്ട 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 കണ്ണ് റെഡാ? റെഡ് കണ്ണല്ലേ? റെഡ് കണ്ണിന്റെ മീൻ്റെ കണ്ണ്. മീൻ എന്താണ് കാര്യം? എന്താ ചുവന്നിരിക്കണോണ്ടാണോ കണ്ണ്? ഫോൺ കാണാമെന്ന് ചോദിച്ചത്? ചെറുക്കന്റെ കാര്യം ഉറക്കണം. അതിൻ്റെ അകത്തൊന്നും ഇല്ല. വെള്ളം എന്തിനാണ്? തണുത്ത വെള്ളം കുടിക്കല്ലേ രാത്രി? തണുത്ത വെള്ളം കുടിക്കല് എടാ രാത്രിയാണ് തണുത്ത വെള്ളം കുടിക്കല്. പനി, ചുമയും പനിയൊക്കെ ഉണ്ട്. പോടാ, തണുത്ത വെള്ളം കുടിക്കേണ്ടത് മാറ്റി. രാത്രിയാണ്, രാവിലെ കുടിക്കാം. ഇപ്പൊ കുടിക്കണ്ട തണുത്ത വെള്ളം. എടാ പനിയുണ്ടാവൂടാ രാത്രി കുടിച്ചാൽ. കൊള്ളത്തില്ല രാത്രി കുടിച്ച. ചെറുക്കന്റെ കാര്യം. തണുത്ത വെള്ളം കുടിക്കല്ലോ പിന്നെ. ചെറുക്കൻ വെള്ളം കുടിച്ചില്ല ഇങ്ങോട്ടാ. അങ്ങനെ വെള്ളം അതിനാണത്, പച്ചക്കറിയാണത്. പിന്നെ അതൊക്കെ എൻ്റെ അകത്ത് തിന്നല്ലും. പോടാ ചെറുക്കണ, അതൊക്കെ എടുത്ത് തിന്നാളെ നോക്കിയില്ലേ. എടാ അച്ചിങ്ങപ്പയറാണ്, വേടാ അതിൻ്റെ അകത്ത്. നാളെ നിങ്ങൾക്ക് അറിയിച്ചു തരാം. വെച്ചേ, ഒന്നും എടുക്കില്ല, വല്ലതും കൊണ്ട് ഇടും. ശരി ഗൈസ്, അമ്മ മീൻ വെട്ടണ നോക്കട്ടെ, വിളിച്ചുതരാം. അപ്പൊ എന്ന് വെച്ചാൽ ഇതൊക്കെ പുളിയൊക്കെ പിടിച്ച് ഇത് കറി അടിപൊളി. നാളത്തേക്ക് എടുക്കുമ്പോ സൂപ്പർ ആവും. ഇന്ന് വെച്ച വെട്ടിയാണ് മീൻ വെട്ടിയാണ് ഉച്ച. അപ്പൊ ഇന്ന് വെക്കാന്ന് പറയണം. ഉള്ളിയില്ലേ, ഉള്ളിയിട്ടല്ലേ പൊള്ളിക്കണ, പൊള്ളിച്ചടിക്കാൻ. ഇന്ന് അങ്ങനെ സിലോപ്പി പൊള്ളിച്ചത് ഇന്ന് കഴിക്കാം. ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചു തരാം. പൂച്ച ഞാനും കൊടുത്തു. ഇത് പൊളിച്ചു കൊടുത്താലോ ഉള്ളി, എന്നാലേ നമുക്ക് അറിവച്ച് എടുത്തോളൂ. ഇത് ഉള്ളി പൊളിച്ചു കൊടുക്കാൻ. ഇന്ന് കഴിക്കണം. ഇന്ന് നിനക്ക് നമുക്കവിടെ പൊടിക്കാം. അവിടെ നിന്ന് പൊളിക്കാം. അവിടെ നിന്ന് ബാ. അപ്പൊ ഞാൻ ചെറുക്കുന്ന ഉള്ളി പൊളിക്കാം. ഇങ്ങോട്ട് വേണ്ട, നമുക്ക് അവിടെ നിന്ന് പൊളിക്കാം. കൊണ്ടാ മുള്ള കൊണ്ടാ, നല്ല മുള്ള നോക്കണം കേട്ടത്. ഏത് എവിടെ ഇത്തരം പോരടാ. വാ നമുക്ക് പോയി പൊളിക്കാം. കുറച്ചേ എടുക്കണം. പൊളിക്കാം.
അവിടെ അങ്ങോട്ട് അവിടെ നിന്ന് വിളിക്കാം ബാ. അവിടെ നമുക്ക് രണ്ടോ കൊണ്ട് വിളിക്കാം. അവിടെ നിന്ന് വിളിക്കാം, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ചെറുക്കനെ രണ്ടൊക്കെ എടുത്തിട്ടുണ്ടാവുന്ന കേസ്. വാ അവിടെ നിന്ന് വിളിക്കാം. അത്രയും പോരെ പൊന്നെ. വാ ഇങ്ങോട്ട് വാ, ഉള്ളി വിളിക്കാം ബാ. എന്നാലേ കറി വെച്ച് എടുത്തോളൂ. ഞാൻ നീയും പാ, എനിക്കും വിശക്കണ്. ഞാൻ പിന്നെ കറി വെച്ചിട്ട് കഴിക്കാന്ന് വെച്ച്. ഇല്ല ഇല്ല, അത് അവിടുന്ന് അമ്മക്ക് അവിടെ പോയി എന്താ ഇതിന് പോയപ്പോ മറ്റേ ചപ്പാത്തിയും ആ കറിയും കൂടി. രാവിലത്തെ പൊറോട്ട ഉണ്ടായിരുന്നല്ലേ മറ്റേ. ഞാനൊരെണ്ണം കഴിച്ചായിരുന്നു. അമ്പാടി കഴിച്ചില്ലടാ പൊറോട്ട. വാ പുള്ളി എടുത്തോ. വാ നമുക്ക് വിളിച്ചാലേ നമുക്ക് ഇന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. നീക്ക് വേണ്ടേ? ഞാൻ അടിച്ചാ ഞാൻ കഴിച്ച. അത് മറ്റേ ഇതുപോലെ ചപ്പാത്തി പോലെ ഇരിക്കണല്ലേ. കാലും വേദന, കാല് ഭയങ്കര വേദന. വാടാമ്പാടി, നീ അങ്ങോട്ട് പോണു ഉള്ളി വിളിക്കാന്ന് പറഞ്ഞു. വാ വാ, അവിടെയല്ല, നമുക്ക് അവിടെ നിന്നാ വിളിക്കണ്ട. ഇങ്ങോട്ട് വാ. ചിലോപ്പിയും ഞാൻ വാടാമ്പാടി, നമുക്ക് ഉള്ളി വിളിക്കാം. ഇവിടെ നിന്ന് വിളിക്കാം. ഉള്ളി നമുക്കൊന്ന് വിളിച്ചു കൊടുക്കട്ടെ. പിച്ചാത്തി എടുത്തുണ്ടോ? കത്തി 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 കത്തി. ഇത് കൊള്ളത്തില്ലേ? ഉള്ളി അമ്പാടി ഞാനും കൂടി. കത്രി ഇതാണോ? ഇതുകൊണ്ട് ഇതല്ലേ സുഖം. ആ പിച്ചാത്തിനേക്കാൾ നല്ലത് ഇതാണ്, കത്തിനേക്കാൾ നല്ലത്. കത്രി കൊണ്ട് ഇതാകുമ്പോ മുള്ളു പെട്ടെന്ന് വെട്ടെടുക്കാം. അതിലിട്ടാണല്ലേ അത് കൊണ്ട് വെട്ടണത്. ട്രെയിൻ. ആ ട്രെയിൻ. ഉള്ളി എന്താ നിനക്ക് പേടിയില്ലാത്ത? അല്ലാത്ത പേടിയില്ലേ എനിക്ക്? ചെറുക്കന്റെ കാര്യം ഉള്ളി പൊളിച്ചെടുക്കട്ടെ. അപ്പൊ ഗൈസ് നമുക്ക് സെറ്റാക്കി എടുക്കാം. അവിടെ വേടാത് തിരിച്ചൊക്കെ റൊട്ടേഷൻ ചെയ്യാം. സെറ്റാക്കി വെച്ചിരിക്കുക. അവിടെ ഇരിക്കട്ടെ. ഉള്ളി പൊളിക്കട്ടെ. പൊളിക്കാൻ തുടങ്ങാം. അതെങ്കിൽ ഇപ്പൊ സെറ്റാക്കി എടുക്കട്ടെ. എന്താ കാണാം? എവിടെ നീ പൊളിച്ച? എവിടെ എവിടെ കാണിച്ച്? എവിടെ എവിടെടാ ഇത്? നീ പൊളിച്ചാണോ? എവിടെ പൊളിച്ചത്? നീ എവിടെയാ പൊളിച്ചത്? അത് പിച്ചാത്തൊന്നും കൈ മുറിക്കല്ലേ, ഞാൻ വിളിച്ചോളാം. നീ അവിടെ നിന്ന് കൈ മുറിയും ചേർക്ക. അതൊക്കെ ഇവിടെ ഒന്ന് ആവശ്യമുള്ള സാധനം ഒന്നും എടുക്കല്ലേ. ചെറുക്കന് ഇവിടെ നിന്ന് ഉള്ളി പൊളിക്കണം. എങ്ങനെയാ പൊളിച്ചത് നീ? ഇവിടെ നീ എന്നാ എടുക്കണ? കള്ളപ്പണി എടുക്കല്ലേ നീ? ഉള്ളി പൊളിക്കാന്നുകൊണ്ട് ഞാനല്ലടാ പുള്ളും പൊളിക്കണത്. നീ എവിടെ പൊളിച്ചത്? എവിടെ കാണിക്കടാ, 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 കാണിക്കടാ. ഇവിടെ നോക്കടാ, കാണിക്കടാ, കാണിക്കടാ, കാണിക്കടാ. ഏത് ചെറുക്കന്റെ കാര്യം? പൊളിക്കണ ഇതാണ് പൊളിക്കണത്. പെട്ടെന്ന് പൊളി, എന്നാണെങ്കിൽ ചോറ് കിട്ടത്തുള്ളൂ. ഇന്ന് കറി വെക്കണ്ടേ? കറി വെച്ച് കഴിക്കണ്ടേ? എന്തോ ഇങ്ങോട്ട് വരുമ്പം ഇത് പൊളിച്ചു വെച്ചില്ലെങ്കിൽ പണി കിട്ടും നമുക്ക് രണ്ടുപേർക്കും. ഇത് എത്രയും പെട്ടെന്ന് വെച്ചാലേ നമുക്ക് കേട്ടാ.
കാരണം നിനക്ക് ഇന്ന് ചോറില്ല, കറിയില്ല. ഇന്ന് കറിയില്ല നിനക്ക്. ആ ആ അത്രേ ഉള്ളു, കറിയില്ല. മാറ്, പെട്ടെന്ന് ഒളിച്ചു കൊടുക്കട്ടെ. അപ്പൊ കൊടുക്കട്ടെ ഗൈസ്, ഒളിച്ചു കൊടുത്തിട്ട് തീരത്തില്ല. അമ്മ അവിടെ വെട്ടി വരുമ്പോൾ സെറ്റാക്കി വെച്ചില്ലെങ്കിൽ ശരിയാകില്ല. അപ്പം ഓക്കെ, അപ്പം കറി വെക്കണം വേണം. ഓക്കെ, അപ്പോൾ ഗൈസ് മീൻ വെക്കണമെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. സിലോപ്പി അല്ലേ വെക്കണത്, ഇപ്പം പ്ലാൻ മാറ്റി. കട്ലയില്ലേ, കട്ല, ആ മീനെ വെക്കണത്. അപ്പം ഇപ്പം കട്ല മീനാണ് ഗൈസ് പൊള്ളിക്കാൻ പോകുന്നത്. അങ്ങനെ വെട്ടി സെറ്റായി, അമ്മ വെട്ടി കഴിഞ്ഞ് ഇപ്പോൾ ഇനി കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കറി വെക്കാൻ പോണ് ഗൈസ്. അപ്പോൾ ഗൈസ് മീനൊക്കെ അത് വെട്ടിയമ്മ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വെച്ചത്. ഞാൻ പറഞ്ഞു ഇന്ന് വെച്ചാൽ നാളത്തെ കിടക്കും ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല അടിപൊളി പുളിയൊക്കെ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് അങ്ങനെ വെച്ച് അങ്ങനെ. അപ്പോൾ ഇന്നും കൂട്ടി കഴിക്കാമല്ലോ, എനിക്കാണെങ്കിൽ ഇന്ന് കൊണ്ടുവന്നുകൊണ്ട് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മേലെ. അപ്പം അങ്ങനെ ഇതാണ് സെറ്റാക്കി, കുട്ടിയൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഇല്ല അങ്ങനെ നീ കറി വെച്ച ശേഷം മാത്രം മതി. കറി വെച്ചല്ലേ, കറി വിട്ടേ. ഓക്കെ, വരാൻ കഴിച്ചു. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഉലുവ കഴിച്ചു, ചട്ടി വെച്ച് കണ്ട് ഉലുവ തവി ഉണ്ട്, തവി കൊണ്ടൊന്ന് ഇളകി കൊടുത്താൽ സെറ്റായി. അങ്ങനെ ചിക്കൻ കഴിച്ച് സാധനപ്പോൾ സെറ്റാക്കി വെച്ചിരുന്നുണ്ടോ. ഉള്ളി, കൊച്ചുള്ളി, നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കാനുള്ള സാധനം കൂടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് തന്നെ. രാത്രിയായി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടേ കിടക്കുന്നുള്ളൂ, ഉണ്ടാക്കിയിട്ട് അങ്ങനെ റെഡിയാക്കിയാണ് കഴിച്ച്. വേപ്പലയില്ലല്ലേ, ഇച്ചിരി വേപ്പല വേപ്പില ഉണ്ട്, ഇതൊക്കെ മതി. ഇവിടെ ഉള്ളത് കൊണ്ട് ഇട്ടാൽ മതി. വിശന്നിട്ട് പോലെ ഉണ്ട്, അതവിടെ പോവണ്ടേ, വിശന്നിട്ട് വേദനിക്കാണെങ്കിൽ. വേപ്പല കൊള്ളത്തില്ല. വേപ്പിലുണ്ടെന്ന് ഞാൻ തരാം, അതിൻ്റെ അകത്തുണ്ട്. കിറ്റിൻ്റെ അകത്ത് വേപ്പിലയില്ലേ? അത് രാത്രി ഇരുട്ടാണ്, എനിക്കൊന്നും പോവാ ഗൈസ്. കിറ്റിൻ്റെ അകത്ത് നിന്നൊക്കെ ആരാ ഇരുട്ടാണമ്മേ അവിടെ. ആ കഴുകണ്ടേ, കഴിക്കത് അതവിടെ ഇരുട്ടാണ്. എനിക്കെന്നാ നാളെ അങ്ങനെ എടുക്കും. ഇപ്പൊ തൽക്കാലം ഇതെടുക്കും. ഇതാണ് ഗൈസ് അവിടെ. ഇനി രാത്രിയൊക്കെ പോയി എന്തിനാ ഉള്ളപ്പോൾ ഇതെടുത്താൽ പോരെ. അപ്പോൾ ഗൈസ് കറിയിലേക്കല്ല എണ്ണയിലേക്ക് സാധനങ്ങളെല്ലാം കട്ട് ചെയ്യുന്നത്. വറകളല്ല ഇതിൻ്റെ സാധനങ്ങൾ ചേരുവകളെല്ലാം കറിയിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്തിളക്കി അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. വരാൻ ഗൈസ് കറിയൊക്കെ ഒന്ന് ചൂട് റെഡിയായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എന്തെയ്യുന്നു, വന്നപ്പോൾ കുറച്ച് താമസിച്ചു. അമ്മ മീനൊക്കെ ഇട്ട് അമ്മ ഇട്ടതിന് തന്നെ ഇപ്പോൾ വിളിച്ചത്. കറി മുടക്കണ്ട, സെറ്റായി ഏകദേശം ആയി. കറി സെറ്റായി ഗൈസ്. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് പിന്നെ വരാൻ പറ്റിയില്ല. കറി കുറച്ച് സെറ്റായി തന്നെയാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ കിടക്കണുണ്ടല്ലോ നല്ല മേഡം. അപ്പം ചൂടിയൊന്ന് പറ്റിയൊക്കെ വരുമ്പോൾ, ചൂട് പറ്റാനുണ്ട് കറി, പറ്റിയൊക്കെ വരുമ്പോൾ സെറ്റാവും. ഇത് ഗൈസ് ഇനിയിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ കഴിക്കുക. നല്ല ചൂട് കറി, ചോറ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ. മീനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഗൈസ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മീൻകറി സെറ്റായിരിക്കാൻ രാത്രിയായി ഗൈസ്. മീൻ കണ്ടതാണ്, മീൻ നല്ല ചൂടുണ്ട്. ആവി വറക്കണുണ്ട്, നല്ല ചൂടാണ്. ഇപ്പോൾ കൊണ്ടുവന്ന് ആവി വറക്കണുണ്ടല്ലേ. അപ്പോൾ രാത്രിയായി നല്ല ചൂട്. കൊള്ളാം.
കുറച്ച് മീൻ എടുത്തിട്ട് ഓ മീനെ പിടിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാ എരിവാണ് കേട്ടാ, മീൻ. ആ എരിവാണ്. ഒരു കുഴപ്പമില്ല, മീൻ കൂട്ടി കഴിച്ചു നോക്കാം. ചൂട് ചോറും ചൂട് കറി ഇങ്ങനെ ചോറിൻ്റെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി. കഴിക്കട്ടെ. എപ്പോൾ തുടങ്ങി വീഡിയോ മീൻ വിൽക്കണവരെ ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ പോയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എടുത്തത്. ഇപ്പം ഇങ്ങനെയൊക്കെ വ്ളോഗ്. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ. അപ്പോൾ ഞാനത് കഴിക്കട്ടെ, രാത്രിയായി, വിശണ്ട് പറ്റപ്പം. ശരി ഗൈസ്.